വെൽക്കം ടു തസ്നീസ് കിച്ചൻ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് പുതിയൊരു ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഷാർജ എയർക്രാഫ്റ്റ് മ്യൂസിയത്തിലാണ്. ഇതിൻ്റെ പേര് അൽമഹത്ത മ്യൂസിയം. UAE ആദ്യത്തെ എയർപോർട്ടായിരുന്നു ഇത്. പിന്നീട് പഴയ എയർക്രാഫ്റ്റ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മ്യൂസിയമാക്കി മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ വിസിറ്റേഴ്സിന് ഇവിടെ ഫ്രീ പാർക്കിംഗ് സൗകര്യമുണ്ട്. അതേപോലെ തന്നെ വലിയവർക്ക് 10 ദിർഹംസും അതുപോലെ തന്നെ കുട്ടികൾക്ക് 5 ദിർഹംസുമാണ് എൻട്രി ഫീ. 1932 ഈ ഒരു ബിൽഡിംഗ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ഫ്ലൈറ്റിൽ ഉപയോഗിച്ചിരുന്ന ലോഗ് ബുക്ക്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഫ്ലൈറ്റിൻ്റെ പാർട്സ് എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ 1932 ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സെയിം അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എയർപോർട്ട് പിന്നീട് അത് മ്യൂസിയം ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർ 2000 മാർച്ച് 14 അവർ പബ്ലിക്കിന് വേണ്ടിയിട്ട് അത് ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ്. അന്നത്തെ രീതിയിൽ അത് എങ്ങനെയായിരുന്നു അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ആ രീതിയിൽ അവരെപ്പോഴും അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസിറ്റിംഗ് ഹവേഴ്സ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളതും അതിൻ്റെ ഏരിയകളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിസപ്ഷൻ ഏരിയ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. താഴെ നമുക്ക് ഒരുപാട് ഫ്ലൈറ്റ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ കാണാം. അതുപോലെ തന്നെ ഹാങ് ചെയ്തിട്ടുള്ളതൊക്കെ കാണാൻ പറ്റും. പിന്നെ മുകളിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടുള്ള ഒരു വ്യൂ ആണിത്. എയർ അറേബ്യ ഷാർജയുടെ വിമാന സർവീസ് അറിയപ്പെടുന്നതിന് മുമ്പ് ഗൾഫ് ഏവിയേഷൻ എന്ന പേരിലാണ് ഷാർജ വിമാനങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയിനൊക്കെ ഇവിടെ നിർത്തിയിട്ടതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിനിൻ്റെ കോക്ക്പിറ്റ്, അതായത് പൈലറ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗം. അപ്പോൾ ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് അടുത്ത് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പം കൊറോണ ആയത് കാരണമാണ് അതിനകത്തേക്ക് നമുക്ക് കയറാനൊന്നും പറ്റാത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം, അവിടെ ഇരിക്കാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അലൗഡാണ്. നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന സമയത്ത് ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ അകവശമാണ് ഇത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സീറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ശരിക്കും ഒരു ഫ്ലൈറ്റിൻ്റെ ഹാഫ് പോർഷൻ മുഴുവനായിട്ട് അതേപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ഒറിജിനൽ ഫ്ലൈറ്റിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് മറ്റൊരു ഫ്ലൈറ്റിനകത്ത് കയറി. അപ്പോൾ അതിൻ്റെ അകം കുറച്ച് ഇരുട്ടായിരുന്നു കേട്ടോ. അത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. കുറേ പഴയതായിട്ടുള്ളൊരു ഫ്ലൈറ്റാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ചുവന്ന ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ ഫ്ലൈറ്റാണ് അത്. 1953 കോമറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ആഘോഷമാണ് ഇപ്പോൾ നമ്മൾ ആ റെഡിൽ കണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഗൾഫ് എയർവേസിൻ്റെ ഹാഫ് പോർഷൻ, ആ ഭാഗമാണ് നമ്മൾ കണ്ടത്. 2 ഫ്ലൈറ്റിൻ്റെ കോക്ക്പിറ്റ് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റെപ്സൊക്കെ തന്നെയാണ് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതുവഴിയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ഫ്ലൈറ്റിൻ്റെ എൻജിനാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത് അന്ന് പ്ലെയിനിലേക്ക് എണ്ണ നിറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വാഹനമാണ്. ഇനി നമുക്ക് ഈ പ്ലെയിനൊക്കെ ഒന്ന് അടുത്ത് പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു പ്ലെയിനിൻ്റെ
അതിൻ്റെ ആ ഒരു വീല് പറന്ന് പൊങ്ങിയതിനു ശേഷം വീല് മടങ്ങി നിൽക്കുന്ന ആ ഒരു ഏരിയയാണ്. നല്ല വലിയൊരു ഹോളാണ് കേട്ടോ ഇത്. അവിടേക്കാണിത് മടങ്ങി കയറി നിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു പ്ലെയിന് ഒറിജിനലായിട്ടുള്ള പ്ലെയിനുകളാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലെയിൻ കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ തൊടാനും ആ ഒരു എൻജിനൊക്കെ ഇത്രയും അടുത്ത് കാണാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ വന്നപ്പോഴന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈറ്റിൻ്റെ ആ ഒരു നമ്മൾ ലഗേജ് വെച്ചിരുന്ന ഒരു ഭാഗമാണ് അത്ര കേട്ടോ, നേരത്തെ ആ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹാങ് ചെയ്തിട്ടുള്ള പ്ലെയിന്. വലിയ പ്ലെയിനാണ് കേട്ടോ. അത് ഒരു എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് അവരവിടെ ഹാങ് ചെയ്തിട്ടുള്ളതാണ്. ചെറുതും വലുതായിട്ടുള്ള കുറേ പ്ലെയിൻസ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മോഡലുകളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഓരോന്നും അതിൻ്റെയൊക്കെ ചിറകുകളായിരുന്നാലും അതുപോലെ തന്നെ അതിൻ്റെ മോഡലായിരുന്നാലും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീരുന്ന സമയത്ത് നമ്മൾ പിന്നീട് കയറുന്നത് ഫോട്ടോഗ്രാഫ്സ് ഗാലറിയുടെ ഹാളിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കയറുമ്പോഴന്നെ ഷാർജ റൺവേയിൽ ആദ്യം പറന്നിറങ്ങിയ ഹാനോ വിമാനത്തിൻ്റെ മാതൃകയും അതിൻ്റെ സ്റ്റോറിയുമാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ ചെറിയൊരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ പഠിക്കുന്നവർക്കായിരുന്നാലും പുതിയ തലമുറക്ക് വ്യോമയാന മേഖലയിൽ UAE ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം മുഴുവനായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു മ്യൂസിയം ശരിക്കും തീർത്തിട്ടുള്ളത് കേട്ടോ. ഇതിവിടെ ചരിത്രങ്ങൾ കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ 1930 ഷാർജയിലെ നഗരഭാഗത്താണ് അൽമഹത്ത എന്ന വിമാനത്താവളം പണി തീർത്തത്. മഹത്ത എന്ന അറബി വാക്കിനർത്ഥം സ്റ്റേഷൻ എന്നാണ്. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രാ വിമാനങ്ങൾക്ക് ഇടക്ക് നിർത്തി എണ്ണ നിറച്ച് വീണ്ടും പറക്കാനുള്ള ഒരു ഇടത്താവളം എന്ന നിലയിലാണ് ഷാർജയിലെ വിമാനത്താവളം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അൽമഹത്ത റൺവേയിലൂടെ 1932 ഒക്ടോബർ 5 ബ്രിട്ടനിൽ നിന്നും ഹാനോ വിമാനം ഷാർജയിലേക്ക് പറന്നിറങ്ങുകയാണ് ചെയ്തത്. വ്യോമയാന മേഖലയിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ മേന്മയേറിയ രാജ്യമായിട്ട് UAE നിലകൊള്ളുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന് വഴിയൊരുക്കിയിട്ടുള്ള ആ ഒരു ഷാർജയുടെ അൽമഹത്ത വിമാനത്താവളത്തിലെ ആ ഒരു യാത്രയും അതിൻ്റെ ആ ഒരു വിശദമായിട്ടുള്ള വിമാനയാത്രാ വഴികളൊക്കെ നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് വല്ലാത്തൊരു കുളിരാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന റോൾസ് റോയ്സ് കമ്പനി നിർമ്മിച്ചിട്ടുള്ള വിമാന എൻജിൻ, അന്നത്തെ വിമാനത്താവളത്തിൻ്റെ മാനേജറുടെ ഓഫീസ്, പിന്നെ അന്ന് വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഫോണാണിത്. പിന്നെ അതുപോലെ തന്നെ യൂണിഫോമുകൾ, കാലാവസ്ഥ കുറിച്ചിട്ടുണ്ടായിരുന്ന പുസ്തകം, ഈ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങിയതും പൊങ്ങിയതുമായിട്ടുള്ള വിമാനങ്ങളുടെ വിവരങ്ങളും സമയങ്ങളും കാലാവസ്ഥകളൊക്കെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും.
അന്നത്തെ കാലത്ത് പൈലറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഗ്ലൗസ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് നോട്ട്ബുക്ക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള ഓഫീസും കാര്യങ്ങളൊക്കെയാണിത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം. കുറേ കാര്യങ്ങൾ ഇവിടെ കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ ഞാനതിൽ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഷാർജയിലെ ആദ്യ സിനിമയായ പാരാമൗണ്ടിൽ സിനിമ കാണിച്ചിരുന്നതിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴും അവിടെ അന്ന് ഷാർജയിൽ ആ ഒരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതിൻ്റെയും അതുപോലെ തന്നെ അന്ന് അവിടെ നടന്നിരുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫിലിം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഫിലിം കാണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു എണ്ണയുടെ ക്യാനുകളാണത്. അപ്പോൾ അതിൻ്റെയൊക്കെ മോഡലും പിക്ചേഴ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാനോയ് വിമാനം പറന്നുയർന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫിലിമിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്. അപ്പോൾ ഇതാണ് ആ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത്. ആ എയർപോർട്ടിൻ്റെ ഒരു ചെറിയ മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ അകത്ത് കയറി നിൽക്കുന്നതും പുറത്തു നിന്ന് കണ്ടതുമായിട്ടുള്ള ആ ഒരു എയർപോർട്ടാണിത്. മുഴുവനായിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇനി നമ്മൾ കയറുന്നത് ഫ്ലൈറ്റ് ടെക്നിക്സൊക്കെ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഹാളിലേക്കാണ്. ഇതാണ് ആ ഒരു ഫ്ലൈറ്റിൻ്റെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ സംഗതികളാണ് ഇവിടെ കാണുന്നത്. ബ്ലാക്ക് ബോക്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ പൈലറ്റ് ഇരുന്നിരുന്ന സീറ്റിംഗ് ആണത്ര കേട്ടോ ഇത്. അന്ന് ഇങ്ങനെ ആയിരുന്നു അത്ര. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചറൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയിനിൻ്റെ എൻജിനാണിത്. അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണാൻ വേണ്ടിയിട്ട്.
ഈ കാഴ്ചകൾ കണ്ടു തീരുമ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് ഫ്ലൈയിങ് ഫോസിൽസിൻ്റെ ഒക്കെ കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേർഡിൽ നിന്നാണ് മനുഷ്യൻ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഉള്ള മിനിയേച്ചർ ഫോമൊക്കെ അവരവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന രീതിയിൽ മനുഷ്യൻ പറന്നു തുടങ്ങിയതിൻ്റെ തുടക്കം മുതൽ ചന്ദ്രനിലെത്തിയ കഥ വിവരിക്കുന്ന പ്രത്യേക ഒരു ഇടമാണ് ഈ ഒരു മ്യൂസിയത്തിലെ പ്രത്യേക ഒരു പ്ലേസാണിത്. തുമ്പിൽ നിന്ന് തുടങ്ങി ബഹിരാകാശ പേടകം വരെയുള്ള വ്യോമയാന മേഖലയിലെ പരീക്ഷണങ്ങൾക്ക് വഴിവെച്ച വസ്തുക്കളുടെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് പിക്ചറായിട്ടും അതുപോലെ തന്നെ ഫോട്ടോസായിട്ടും പിന്നെ മിനിയേച്ചർ രീതിയിലൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെ പറയാം. ഇങ്ങനെയൊക്കെയാണോ ആദ്യം പറന്ന് പൊങ്ങിയത് എന്നൊക്കെ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു കൗതുകം തരുന്ന കാര്യം തന്നെയാണ്. എന്തെല്ലാം രീതിയിലാണ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത്, എന്നിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളതെന്നൊക്കെ ശരിക്കും നമ്മൾ ആലോചിച്ച് കൗതുകം കൊണ്ട് നിന്നു പോകുന്നൊരു അവസ്ഥയാണ് ശരിക്കും അവിടെ. അപ്പോൾ ഓരോ എന്താ പറയുക പക്ഷികളെ നിരീക്ഷിച്ച് ആ രീതിയിൽ ആ മോഡലിൽ ചെയ്തെടുത്തിട്ടുള്ള പ്ലെയിനുകൾ എങ്ങനെയായിരുന്നു, ആ ഒരു പക്ഷിയുടെ അതേ രീതിയിൽ തന്നെ ആ ഒരു പ്ലെയിനെ അവിടെ അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം മനുഷ്യൻ ചിറകുകൾ കയ്യിൽ ചിറകുകൾ വെച്ച് പറക്കുന്ന ആ ഒരു മോഡൽ അതൊക്കെ അവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ വായിച്ചറിയാനും മനസ്സിലാക്കാനും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നീട് ഇവിടെ കാണിക്കുന്നത് എയർ അറേബ്യയുടെ ഹിസ്റ്ററീസാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിലിമായിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്രങ്ങളും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടായിരത്തി 2003 മുതൽ 2017 വരെയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷാർജയിലെ കിങ് അബ്ദുൽ അസീസ് എന്ന തിരക്കേറിയ റോഡ് അൽമഹത്തയുടെ റൺവേ ആയിരുന്നു അന്ന്. അപ്പോൾ അതാണ് ഈ ഒരു റെഡ് ലൈനിൽ കാണിക്കുന്നത്, അന്നത്തെ ആ ഒരു റൺവേ. അങ്ങനെ നമ്മൾ ഇവിടെ കാണേണ്ട കുറേ കാര്യങ്ങൾ കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു, കുറേ കാര്യങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി, അങ്ങനെ പുറത്തിറങ്ങി. അങ്ങനെ നിങ്ങൾക്കും ഈ ഒരു വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ദുബായ്, ഷാർജ, അജ്മാനിലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അറിയാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി, ഉപകാരപ്പെട്ടു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. Thank you for watching.